ഹാഫിൽ മസൂദ് സഖാഫി ഉസ്താദിൻ്റെ ഖബറിടത്തിനടുത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ പൂർണ്ണ വീഡിയോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകർക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും സ്വാലിഹൽ അഅ്മാൽ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഈ 2025 വർഷത്തെ ചെറിയ പെരുന്നാൾ വിശുദ്ധ റമളാനിന് ശേഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ഓടി വരുന്ന ചില ഓർമ്മകളുണ്ട്. നമ്മിൽ നിന്ന് പരിശുദ്ധ റമളാനിന്റെ തൊട്ടു പിറ്റേന്ന് മരണപ്പെട്ട വഫാത്തായ ഹാഫിൽ മസൂദ് സഖാഫി ഉസ്താദ് നമ്മോടൊപ്പം ഇന്ന് കൂടെ ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന, മനസ്സിൽ ഒരുപാട് വിങ്ങലുണ്ടാക്കുന്ന, വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഹാഫിൽ മസൂദ് സഖാഫി ഉസ്താദ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നാളത്തെ വിശുദ്ധമാക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന്റെ നേതൃത്വവും ആ പ്രഭാഷണവും കേൾക്കാൻ ആയിരങ്ങൾ കാത്തിരിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി എന്നോണം ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറയും. പ്രിയമുള്ളവരെ, ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, പരിശുദ്ധമാക്കപ്പെട്ട ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് നിങ്ങൾ പല യാത്രകളും പോകുന്നുണ്ടാകും. ആ ഉസ്താദിന്റെ ഖബറിടം കൂടെ സന്ദർശിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള യാത്രകൾ നിങ്ങൾ ഒരുക്കണേ എന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദിന്റെ ഖബറിടം അവിടെ പോയി സന്ദർശിക്കാൻ സാധ്യമാകുന്നവരെല്ലാം അവിടെ പോയി സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന നല്ലൊരു പ്രവൃത്തിയായിരിക്കും നിങ്ങൾ ചെയ്യുക. കാരണം ഉസ്താദിന്റെ മഖ്ബറ കിടക്കുന്നത് നമ്മുടെ കേരളീയ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരത്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ സാധിക്കാത്തവർ, ആ ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ പോകാൻ കഴിയാത്ത പാവങ്ങളായ ഞങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളും അവിടെ പോയി സിയാറത്ത് ചെയ്യണേ എന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത്. ഉസ്താദിന്റെ മക്കൾ അനാഥരാണ്, പറക്കുമറ്റാത്ത പിഞ്ചുമക്കളാണ് ഉസ്താദിനുള്ളത്. അവരെയൊന്നും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ മറന്നു പോകരുത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദിന്റെ മഖ്ബറ വളരെ ദൂരെയായതിനാൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് അവിടെ എത്തി നേരിട്ട് സന്ദർശനം സാധ്യമായിരിക്കില്ല. മറിച്ച് ആ സമീപ പ്രദേശത്തുള്ളവർ അവിടേക്ക് പെരുന്നാളിനോടനുബന്ധിച്ച് യാത്രകൾ സംഘടിപ്പിക്കുന്നവരൊക്കെ ഉസ്താദിനെ കൂടെ സിയാറത്ത് ചെയ്തുകൊണ്ട് അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി ദറജ ഉയർത്തി കൊടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണേ എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നും ഒരുപാട് ആളുകളിൽ ജീവിച്ചിരിക്കുന്നുണ്ട് മഹാനായിട്ടുള്ള മസൂദ് സഖാഫി ഉസ്താദ് എന്ന് പറയുന്നത്. പല ഉമ്മമാരും ആ ഉസ്താദിനെ ഓർക്കാത്ത ദിനങ്ങളില്ല എന്നതൊക്കെ നമ്മുടെ പല വീഡിയോസിലും പല ഉമ്മമാര് നേരിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബർ ജീവിതത്തെ അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ഉസ്താദിന്റെ മഖ്ബറയിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ലൊക്കേഷനും ഉസ്താദിന്റെ മഖ്ബറയുള്ള പള്ളിയുടെ ലൊക്കേഷൻ കൂടെ ഈ വീഡിയോക്ക് താഴെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്താദിന്റെ മഖ്ബറയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഒരു ഉസ്താദ് പോസ്റ്റ് ചെയ്തതായിട്ട് കണ്ടു, അതും ഇതിനോടൊപ്പം തന്നെ ചേർക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഉപകാരമായിരിക്കാം. അപ്പോൾ ആ വീഡിയോ കൂടെ നമുക്ക് കണ്ട് അവസാനിപ്പിക്കാം. ഇതാണ് തോരക്കുന്നിലെ ജുമാ മസ്ജിദ്. ഇവിടെയാണ് ഹാഫിൽ മസൂദ് സഖാഫി ഉസ്താദ് അന്തിയുറങ്ങുന്നത്. ഈ പള്ളി പൊളിച്ച്, പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഹാഫിൽ മസൂദ് സഖാഫി ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടേക്കുള്ള മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് എത്തിച്ചേരാൻ പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്ന് മെയിൻ ഗേറ്റും പിന്നെ വേറൊരു വഴി കൂടെ ഉണ്ട്. അപ്പോൾ മെയിൻ ഗേറ്റ് അല്ലാത്ത വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മർഹൂം ഹാഫിൽ മസൂദ് സഖാഫി ഉസ്താദ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ ഒരു പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. തോരക്കുന്ന് ജുമാ മസ്ജിദ് എന്ന് പറയും. ആ പള്ളി കണ്ടാൽ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പഴക്കമുള്ള പള്ളിയായിരുന്നു, അത് പുതുക്കി പണികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാഫിൽ മസൂദ് സഖാഫി ഗൂഡല്ലൂർ ഖബർ എന്ന് നൽകിയിരിക്കുന്ന ഒരു സൂചനാ ബോർഡ് അവിടെ നൽകിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഒരുപാട് ആളുകൾ അവിടേക്ക് നിരന്തരം സിയാറത്ത് വരുന്നതിന് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സൂചനാ ബോർഡ് അവിടെ മഹല്ല് കമ്മിറ്റിക്കാർ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതാണ് പള്ളിയിലേക്കുള്ള മെയിൻ ഗേറ്റ്. ഇതിലൂടെ വന്നാലും ഉസ്താദിൻ്റെ ഖബറിടത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്.
ഒരു കാലത്ത് നമ്മളൊക്കെ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ നിരന്തരം കേട്ടവരായിരുന്നു. ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഉസ്താദിനെ കൂടുതൽ അറിഞ്ഞവരുണ്ട്. ഇന്ന് ഓർമ്മകളായി പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു ചെറിയ പെരുന്നാൾ നിമിഷത്തിൽ നമുക്കൊക്കെ ഒരുപാട് വേദനകളാണ് ഉസ്താദ് സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷേ ഉസ്താദിൻ്റെ ആ ഒരു കബറിടത്തിലെ ചെടികളും ഉസ്താദിൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് നന്മകളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരുപാട് വലിയ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. എങ്കിലും അനാഥരായിട്ടുള്ള പറക്കുമറ്റാത്ത പിഞ്ചു പൈതങ്ങൾ ഉസ്താദിനുണ്ട് എന്നുള്ളതും വളരെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഹഫീദ് മസൂദ് സഖാഫി ഗൂഡല്ലൂർ ഖബർ എന്ന് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവിടേക്കുള്ള വഴി തെറ്റാനുള്ള ഒരു സാഹചര്യവുമില്ല. ഉസ്താദിൻ്റെ ഖബറിടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹാഫിദ് മസൂദ് സഖാഫി ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉസ്താദിൻ്റെ ഖബർ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, 2025 ഫെബ്രുവരി 23 ഹാഫിദ് മസൂദ് സഖാഫി ഉസ്താദ് വിട പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ലോകത്തിന് കൈമാറിക്കൊണ്ട് നല്ലത് മാത്രം സമർപ്പിച്ചുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ പുഞ്ചിരിയോടുകൂടി ഇന്നും ഒരുപാട് മുഹിബ്ബീങ്ങൾക്ക് ഉള്ളിൽ ഉസ്താദ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു നന്മയുടെ വിശേഷണമാണ്, വലിയ സന്തോഷം കിട്ടുന്ന വിശേഷണമാണ്. എങ്കിലും ഉസ്താദിൻ്റെ കുടുംബത്തിൽ അനാഥരായി കിടക്കുന്ന പൊന്നുമക്കളുണ്ട്. അവരുടെ ജീവിതം അതിവിശാലമാണ്. അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് കൂട്ടായി തണലായിക്കൊണ്ട് നമ്മളും ഈ ഒരു വിശുദ്ധമാക്കപ്പെട്ട ചെറിയ പെരുന്നാൾ ദിനത്തിൽ അവരോട് കൂടെ നിൽക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നിഷ്കർഷിക്കുന്ന രീതിയിൽ ചെറിയ പെരുന്നാളിനെ ആഘോഷിക്കാനും കുടുംബ ബന്ധങ്ങളെ ചേർത്തിണക്കാനും പുതിയ സൗഹൃദങ്ങളെ സ്ഥാപിക്കാനും ഉള്ള സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് പെരുന്നാളുകളെ വരവേൽക്കാനും വിശുദ്ധ റമളാനിനെ വരവേൽക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.